നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. പോർച്ചുഗലിൻ്റെ ടീം ഇന്നലെ പ്രഖ്യാപിച്ചല്ലോ, ക്രിസ്ത്യാനോ 6ാമത്തെ വേൾഡ് കപ്പിനാണ് എത്തുന്നത്. അദ്ദേഹം ഈ ലോക കിരീടം ചൂടുമോ? അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ടീമിന് അതിനുള്ള കെൽപ്പുണ്ടോ? ഡിയേഗോ ജോട്ട ഇന്നും പോർച്ചുഗീസ് ആരാധകരുടെ ഇടനെഞ്ചിലൊരു തീരാ നോവാണ്. കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു. ജീവിച്ചിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹം ഏറെ ആഗ്രഹിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവരുടെ സ്ക്വാഡിൽ ഉണ്ടാകുമായിരുന്നേനെ. പക്ഷെ നമുക്ക് മനുഷ്യൻ അങ്ങനെയാണ്, നമ്മളൊക്കെ അങ്ങനെയാണ്. നാളെ അടുത്ത വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടാവുമെന്നറിയില്ല. നമ്മളാരും അങ്ങനെ ഒരു ഉറപ്പിലല്ലല്ലോ ജീവിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവർ ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് പിരിയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ. അപ്പം പോർച്ചുഗീസ് താരങ്ങൾക്ക് വലിയൊരു ഇമോഷണലായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടി ഈ വേൾഡ് കപ്പ് നേടണം. അത് വെറുതെ പറയുന്നതല്ല. ഇന്നലെ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ 27 സ്ക്വാഡ് പ്രഖ്യാപിച്ചുകൊണ്ടിട്ട പോസ്റ്റ് തന്നെ 27+1 ഫോർ വേൾഡ് കപ്പ് എന്നാണ്. ആ +1 ഡിയേഗോ ജോട്ടയാണ്. ഡിയേഗോ ജോട്ടയുടെ സാന്നിധ്യം അവർ ആ എയറിൽ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. ആ സ്നേഹം, ആ സാന്നിധ്യം, ആ സാമീപ്യം, അദ്ദേഹം അവരോടൊത്ത് ചെലവഴിച്ച സമയങ്ങൾ, സന്ദർഭങ്ങൾ എല്ലാം പോർച്ചുഗീസ് ടീമിൻ്റെ ഓരോ താരങ്ങളിലുമുണ്ട്, ആരാധകരിലുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കിരീടം ചൂടാൻ അവർക്ക് കഴിയുമോ? അതോടൊപ്പം മറ്റൊരു ഇമോഷണലായിട്ടുള്ള കാര്യം, ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന അന്താരാഷ്ട്ര ടൂർണമെൻ്റ് ആയിരിക്കാം ഇത്. ഉറപ്പായിട്ടും അവസാന വേൾഡ് കപ്പാണ്. ഇനി അദ്ദേഹം ഈ വേൾഡ് കപ്പിന് ശേഷം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാനുള്ള സാധ്യത തുലോം കുറവാണ്. അങ്ങനെയെങ്കിൽ ഫുട്ബോൾ ലോകത്ത് എല്ലാം നേടിക്കഴിഞ്ഞ ഒരാൾ ഇതുവരെ ലഭിക്കാത്ത ഒരേ ഒരു കാര്യം, ഒരു കുറവായിട്ട് പറയാനുള്ളത് വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പും കൂടി അദ്ദേഹത്തിന് നേടിക്കൊടുത്ത് അദ്ദേഹത്തെ യാത്രയാക്കാൻ പോർച്ചുഗൽ താരങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുമുണ്ട്. മൊത്തത്തിൽ ഇതാണ് റൈറ്റ് ടൈം. പോർച്ചുഗലിന് വേൾഡ് കപ്പ് നേടാനുള്ള റൈറ്റ് ടൈം ഇതാണ്. അതിനുള്ള സ്ക്വാഡുണ്ടോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് കപ്പിൻ്റെ ആവേശം അങ്ങ് ആകുന്നില്ല എന്ന് പലരും പറയുന്നത്. നമ്മളത് ആക്കിയിരിക്കും. അതാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ വേൾഡ് കപ്പ് നമ്മൾ ആഘോഷമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്കാർക്കുമില്ല. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പിന് നമ്മൾ ലീഡ് ചെയ്യും. നമ്മൾ ഒരുമിച്ച്, അതായത് നമ്മളെന്ന് പറഞ്ഞാൽ റാഫ് ടോക്ക് ഫാമിലി ഒരുമിച്ച് ലീഡ് ചെയ്യും. ദി വേൾഡ് കപ്പ് ഈസ് ഹിയർ ആൻഡ് റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ തന്നെ. അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ആവേശം നിറക്കാനാണ് ഈ ചാനൽ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഒരു സപ്പോർട്ടോടു കൂടി നമുക്കൊത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ സ്കോഡൊക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾക്കും കൂടിയുള്ള സ്പേസാണ് ഈ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ്. ഇതിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കളിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതിങ്ങനെ മിക്ക വീഡിയോകളിൽ ഞാൻ പറയുന്നത് ഒന്ന് കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അതായത് ഇത് വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ വീഡിയോ നിർത്തുകയെന്നല്ല, ഈ പറയുന്നത് നിർത്താമെന്ന് മാത്രം. എന്തായാലും നമ്മളിപ്പോൾ അവരുടെ പോർച്ചുഗലിൻ്റെ ഒരു സ്ക്വാഡിലേക്ക് പോകുമ്പോൾ ചോദ്യം അതാണല്ലോ, ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടാൻ പറ്റുമോ? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേണ്ടി അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ കിരീടത്തോടു കൂടി യാത്രയാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിനുള്ള സ്ക്വാഡുണ്ടോ? അതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ റോബർട്ടോ മാർട്ടിനസിനെ കൊണ്ട് കെൽപ്പുണ്ടോ? അപ്പോൾ ഈ സ്ക്വാഡ് നമ്മൾ നോക്കുമ്പോൾ ഈ സ്ക്വാഡ് ലോക ഫുട്ബോളിലെ ഒരു കിടിലൻ സ്ക്വാഡാണ്. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. സ്ട്രെങ്ത് വീക്ക്നെസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്. കിടിലൻ ഗോൾ കീപ്പർമാരുണ്ട്, കിടിലൻ ഡിഫൻഡർമാരുണ്ട്, വേൾഡ് ക്ലാസ് ടോപ്പ് ക്ലാസ് മധ്യനിരയുണ്ട്. CR7 പോലെയുള്ള ഒരു ഗോൾ സ്കോറർ അവരുടെ ഗോളടിക്കാൻ വേണ്ടി മുന്നേറ്റത്തിലുമുണ്ട്. ഞാൻ പറയുമ്പോൾ CR7 ഈ ഒരു വേൾഡ് കപ്പ് ശരിക്കും അർഹിക്കുന്നുണ്ട്. പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇതിനെ രണ്ടായിട്ട് തിരിച്ച് തന്നെ സംസാരിക്കണം. ബിഫോർ CR7 എന്നും സിൻ CR7 എന്നും.
ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മുമ്പ് അവർ 11 യൂറോ കപ്പുകളുടെ ക്വാളിഫയർ കളിച്ചിട്ട് 3 മാത്രമാണ് ക്വാളിഫൈ ചെയ്തത്. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ 17 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനുകൾ ഉണ്ടായിരുന്നതിൽ 3 മാത്രമാണ് അവർ ക്വാളിഫൈ ചെയ്തത്. ഒരൊറ്റ മേജർ ട്രോഫിയും അവർ നേടിയിട്ടുണ്ടായിരുന്നില്ല ബിഫോർ CR7. എന്നാൽ സിൻസ് CR7 2003 അദ്ദേഹം ഡെബ്യൂ ചെയ്ത് ഇപ്പോൾ 2026 എത്തുമ്പോൾ 6 യൂറോ കപ്പുകളുടെ ക്വാളിഫിക്കേഷൻ റൗണ്ടാണ് നടന്നത്. 6 ടീം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 5 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടാണ് നടന്നത്. 5 ടീം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. 3 മേജർ ട്രോഫീസ്, നേഷൻസ് ലീഗും യൂറോ കപ്പും അടക്കം 3 മേജർ ട്രോഫീസ് വിൻ ചെയ്തിട്ടുമുണ്ട്. സോ ഇതെല്ലാം നേടിയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇനിയിപ്പോൾ ഒരു മിസ്സിങ് എന്ന് പറയാനുള്ള വേൾഡ് കപ്പാണ്. അത് ഇത്തവണ നേടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയുമാണ്. ഇനി നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പോർച്ചുഗലിൻ്റെ ഒരു സ്ക്വാഡ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ മിസ്സിങ് അവരുണ്ടാകുമെന്ന് നമ്മൾ കരുതിയ ചില താരങ്ങളുണ്ടല്ലോ. അതൊന്ന് ജാവോ പലീഞ്ഞയാണ്. വലിയ രൂപത്തിൽ പോർച്ചുഗലിൽ നിന്ന് തന്നെ കോച്ചിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് ജാവോ പലീഞ്ഞയെ ഒഴിവാക്കിയതിൽ. പിന്നെ പൗളീഞ്ഞോ അത്ര വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാലും അദ്ദേഹത്തെ ഒഴിവാക്കിയത് ചിലരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. റിക്കാർഡോ ഹോർത്ത, അന്റോണിയോ സിൽവ, പെഡ്രോ ഗോൺസാലസ് ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയായിട്ട് മാറി. പ്രമുഖരായിട്ടുള്ള ചില താരങ്ങൾ ഒഴിവാക്കിയില്ലേ. സ്ക്വാഡ് നോക്കുമ്പോൾ 5 ഫുൾ ബാക്കുമാരുണ്ട്, 4 ഗോൾ കീപ്പർമാരുണ്ട്. എന്താണ് കോച്ച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ കൂടുതൽ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ 27 അംഗ സ്ക്വാഡാണല്ലോ. ഈ 27 അംഗ സ്ക്വാഡ് വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ 27 താരങ്ങൾക്കും വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽ സ്ക്വാഡിൽ വരാൻ പറ്റൂല. ഒരാൾ ഒഴിവാക്കേണ്ടി വരും. മിക്കവാറും 4 ഗോൾ കീപ്പർമാരിൽ ഒരാൾ ഒഴിവാക്കാനാണ് സാധ്യത. റിക്കാർഡോ വെലോ പുറത്താവാം. അങ്ങനെ വന്നാൽ അവരുടെ സ്ക്വാഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പിങ്ങിൽ ഡിയേഗോ കോസ്റ്റ, ഹൊസേസ, റൂയി സിൽവ, ഇവർ 3 പേരും ഫൈനൽ റോസ്റ്ററിലുണ്ടാവും. ഇത് ഫൈനൽ റോസ്റ്റർ തന്നെയാണ്, ഈ ഒരാളെ കട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നാൽ ഡിയേഗോ കോസ്റ്റ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും. ഡിഫൻസിൽ നോക്കുമ്പോൾ ഡിയേഗോ ഡാലോട്ട് ഉണ്ട്, മാത്യൂസ് ന്യൂനസ് ഉണ്ട്, നെൽസൺ സെമെഡോ ഉണ്ട്, ജാവോ കൺസേലോ ഉണ്ട്, ന്യൂനോ മെൻഡസ് ഉണ്ട്, ഗോൺസാലോ ഇനാസിയോ ഉണ്ട്, റെനാറ്റോ വെയ്ഗ ഉണ്ട്, റൂബൻ ഡയസ് ഉണ്ട്, തോമസ് അറൗഹോ ഉണ്ട്. നല്ല ഡിഫൻസ് അല്ലേ? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൂബൻ ഡയസ് അവരുടെ ഡിഫൻസ് നയിക്കും. അതോടൊപ്പം ഗോൺസാലോ ഇനാസിയോയും ഉണ്ടാവും സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ. പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് ന്യൂനോ മെൻഡസ് ഉണ്ടാവും. അതുപോലെ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് ന്യൂനോ മെൻഡസും മറുഭാഗത്ത് ന്യൂനസിനെയും വേണമെങ്കിൽ കളിപ്പിക്കാം. അപ്പോൾ ആ രൂപത്തിൽ അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്തിയെടുക്കാം. വേണമെങ്കിൽ അവർക്ക് ജാവോ കൺസേലോയെ കളിപ്പിക്കാം. ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നർത്ഥം. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ശരിക്കും പോർച്ചുഗീസ് ടീമിൻ്റെ ശക്തി. അവരുടെ ഒരു അസറ്റ് എന്നൊരു പക്ഷേ പറയാവുന്ന സംഭവം ഈ മധ്യനിരയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ മിന്നും ഫോമിലാണല്ലോ ആളുള്ളത്. ക്രിസ്ത്യാനോയുമായിട്ട് നല്ല അടുപ്പവും പരിചയവും നല്ല കോമ്പിനേഷനിൽ യുണൈറ്റഡിൽ കളിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ ജാവോ നവസ് നല്ല ഫോമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബെർണാഡോ സിൽവ, വിറ്റീഞ്ഞ PSG പാസിംഗ് മാസ്റ്റർ. അപ്പോൾ ഈ 4 പേരെ നോക്കുക. അവരുടെ മിഡ്ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡാണ്. ഇനി അല്ലെങ്കിൽ മറ്റ് മിഡ്ഫീൽഡർമാരെ കൂടി നോക്കണം. റൂബൻ നവസ് ഉണ്ട്, സാമു കോസ്റ്റ, അദ്ദേഹം ഒരു പക്ഷേ ഇപ്പോൾ നല്ല ഫോം കളിക്കുന്നത് കൊണ്ടും മാർച്ച് മാസത്തിലെ കോളപ്പിലെ മികച്ച പ്രകടനം കൊണ്ടുമാണ് സ്ക്വാഡിലേക്ക് വരുന്നത് സാമു കോസ്റ്റ. പിന്നെയുള്ളത് ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീഞ്ഞ, ജാവോ നവസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ മിഡ്ഫീൽഡ് വളരെ മികച്ചതാണ്. മുന്നേറ്റത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജാവോ ഫെലിക്സ് ഉണ്ട്, ട്രിങ്കാവോ ഉണ്ട്, ഫ്രാൻസിസ്കോ കോൺസിസാവോ ഉണ്ട്, പെഡ്രോ നെറ്റോ ഉണ്ട്, റാഫേൽ ലിയാവോ ഉണ്ട്, ഗോൺസാലോ ഗുയിഡസ് ഉണ്ട്, ഗോൺസാലോ റാമോസ് ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരിക്കും അവരുടെ പ്രധാന സ്ട്രൈക്കറായിട്ടുണ്ടാവുക. ഗോൺസാലോ റാമോസ് ഒന്നും ഇപ്പോൾ അത്ര ഫോമിലുമല്ല, അത്രയധികം പ്ലെയിൻ ടൈം അദ്ദേഹത്തിന് ലഭിക്കുന്നുമില്ല PSG.
പിന്നെ റാഫേൽ ലിയാവോ ആവട്ടെ ഒന്നും അത്ര ഒരു മികവിലല്ല ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുന്നേറ്റ നിരയിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് CR7 അദ്ദേഹത്തിൻ്റെ ഗോളടി മികവിലൂടെ പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CR7 41 വയസ്സുണ്ട്. അങ്ങനെ ഒരാളെ പ്രധാന സ്ട്രൈക്കറാക്കി വെച്ചിട്ട് ഇതുപോലുള്ളൊരു വലിയ കോമ്പറ്റീഷൻ പൂർണ്ണമായിട്ടും മറികടന്ന് പോകാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്. റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞത്, തീർച്ചയായിട്ടും വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്ലബ്ബ് മത്സരങ്ങളോ മറ്റേതെങ്കിലും ടൂർണമെൻറ്റുകളോ കളിക്കുന്ന പോലെയല്ല. അവിടെ ഡേ ടു ഡേ ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ ആ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് CR7 സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എങ്ങനെ എടുക്കും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിലുണ്ട്. എന്തായാലും കഴിയും ടീമിന് ഇത്തവണ എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടീം ഏതായാലും മികച്ച ടീമാണ്. ഇവിടെ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ പെർഫെക്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ കോച്ച് ആഞ്ചലോട്ടി പറഞ്ഞ പോലെ പെർഫെക്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അപ്പോൾ ഈ സ്ക്വാഡിൽ മുന്നേറ്റത്തിൽ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടെങ്കിലും അവരുടെ മധ്യനിരക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റും. ജാവോ ഫെലിക്സിനെ പോലെയുള്ളവരിപ്പോൾ അൽ നസറിലാണ് കളിക്കുന്നത് ശരി, എന്നാൽ പോലും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അദ്ദേഹമുണ്ട്, ബെർണാഡോ സിൽവയുണ്ട്, കോൺസിസാവോ ഉണ്ട്. ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ബാക്കപ്പായിട്ട് വന്നിട്ട് കൂടി ടീമിന് വലിയ രൂപത്തിൽ ഉപകാരം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് ഇതൊരു മികച്ച സ്ക്വാഡാണ്. ഇത്തവണ അവർ കിരീടത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ക്വാഡാണ് അവർക്കുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 11 നോക്കിയാൽ ഡിയേഗോ കോസ്റ്റ ഗോൾ കീപ്പറായിട്ട് വരുന്നു. ഡിഫൻസിൽ റൂബൻ ഡയസും ഇനാസിയോയും, ഇരു പാർശ്വങ്ങളിലായിട്ട് ന്യൂനോ മെൻഡസും അതുപോലെ ന്യൂനസും വരാം, അല്ലെങ്കിൽ ഡിയേഗോ ഡാലോട്ട് അവിടെ കളിക്കാം, ആ പൊസിഷനിൽ കളിക്കാം. ജാവോ കൺസെലയെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. മധ്യനിരയിൽ ബ്രൂണോ, വിറ്റീഞ്ഞ, ജാവോ നവസ് എന്നിവരുണ്ട്. മുന്നേറ്റത്തിലാണെങ്കിൽ കോൺസിസാവോയും ലിയാവോയും ഇരു പാർശ്വങ്ങളിലാവും, അല്ലെങ്കിൽ പെഡ്രോ നെറ്റ് ഒരു ഭാഗത്ത് വരാം. ഗോൾ അടിക്കാൻ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ മികച്ച സ്ക്വാഡുണ്ട്. ഡിയേഗോ ജോട്ടയ്ക്ക് വേണ്ടി അദ്ദേഹം ഏറെ കൊതിച്ചതാണ് ഈ വേൾഡ് കപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനൊരു സന്തോഷം നൽകുന്ന രൂപത്തിലോ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ, ഇപ്പോൾ കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ പോലെ, ക്രിസ്ത്യാനോ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് കളിക്കാരെക്കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ്. ഒന്ന്, ലോകമെമ്പാടുമുള്ള ജനത ഏറെ ആഗ്രഹിക്കുന്ന കളി കാണണമെന്ന് ഇഷ്ടപ്പെടുന്ന അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വേൾഡ് ഫുട്ബോളിൻ്റെ ഐക്കൺ. മറ്റൊന്ന് ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കിരീടം ഉയർത്താൻ പറ്റിയാൽ ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരും ആഹ്ലാദത്തിൻ്റെ പാരമ്യതയിലേക്ക് പോകും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ വേൾഡ് കപ്പ് നേടുമോ പോർച്ചുഗൽ എന്നുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ വേൾഡ് കപ്പ് നേടാനുള്ള സ്ക്വാഡ് അവർക്കുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാം. നമുക്ക് കൂടുതൽ ടീമുകളുടെ വിശകലനങ്ങളും വാർത്തകളും ഒക്കെയായിട്ട് ഇവിടെ വീണ്ടും കാണാം.